സ്റ്റീവ് ലോപ്പസ്, ദൃശ്യഭാഷയുടെ വിജയം. നഷ്ടപ്പെട്ട നിഷ്കളങ്കത വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഓരോ കലാപവും. ഫ്രഞ്ച് നോവലിസ്റ്റും ഫിലോസഫറുമായ ആൽബർ കമ്യൂവിന്റെ റിബലിലെ പ്രസിദ്ധമായ വരികളാണ് രാജീവ് രവിയുടെ പുതിയ ചിത്രമായ ഞാൻ സ്റ്റീവ് ലോപ്പസ് ആമുഖവാചകം. ചിത്രത്തിലെ നായകനായ സ്റ്റീവ് ലോപ്പസിനെ വ്യവസ്ഥാപിതമായ അർത്ഥത്തിൽ ഒരു കലാപകാരി എന്ന് വിളിക്കാനാവില്ല. പക്ഷെ ഒരു 19-കാരന്റെ സ്വാഭാവികമായ ചില തീരുമാനങ്ങൾ പൊതുസമൂഹത്തിന്റെ ചില വ്യവസ്ഥകളെ അട്ടിമറിക്കുകയാണ്. ഈ സംഘർഷത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ്. മറ്റൊരർത്ഥത്തിൽ ഇതൊരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു കോളേജ് വിദ്യാർത്ഥി വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന, കൂട്ടുകാർക്കൊപ്പം അല്പം മദ്യപിക്കുന്ന, പിതാവ് ഡിവൈഎസ്പി എങ്കിലും പോലീസിനെ കാണുമ്പോൾ ഓടുന്ന, ഒളിച്ചു നിന്ന് അയൽക്കാരിയുടെ നഗ്നത ആസ്വദിക്കുന്ന, കൂട്ടുകാരികളോട് പ്രണയം പറയാൻ കാണിക്കുന്ന, കൂട്ടുകാരികൾക്കൊപ്പം ബൈക്കിൽ ചുറ്റാൻ കൊതിക്കുന്ന ഒരു സാധാരണ പയ്യൻ. മുന്നിൽ നടക്കുന്ന ഒരു അക്രമം സ്റ്റീവിന്റെ ജീവിതം മാറ്റിമറിക്കുകയാണ്. ഇവിടെ സ്റ്റീവ് വ്യത്യസ്തനാവുന്നു. മനുഷ്യത്വമെന്നോ നന്മയെന്നോ സഹാനുഭൂതി എന്ന് വിളിക്കാവുന്ന വികാരം സ്റ്റീവിനെ ഇരയുടെയും വേട്ടക്കാരനെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പ്രേരിപ്പിക്കുന്നു. സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കുന്ന, കൊല്ലുകയും ചാവുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സ്റ്റീവ് കണ്ടെത്തുകയാണ്. മുതിർന്നവർക്കെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ സ്റ്റീവ് ബന്ധങ്ങളുടെ പുതിയൊരു ലോകം കണ്ടെത്തുകയാണ്. ഈ സമൂഹവും പൊതുസമൂഹവും തമ്മിലുള്ള അവിശുദ്ധ വീഴ്ചയും ഇതിൽ തന്റെ പിതാവ് പോലും പങ്കാളിയാണെന്ന് തിരിച്ചറിയുന്ന സ്റ്റീവിന്റെ ലോകം തകിടം മറിക്കുന്നു. ഇവിടെ മുതിർന്നവരുടെ കാപട്യത്തെ നിരാകരിച്ചുകൊണ്ട് കമ്മ്യൂണിന്റെ നിർവചനത്തിലുള്ള റിബലായി മാറുകയാണ് സ്റ്റീവ് ലോപ്പസ്. കാപട്യത്തിനെതിരെ നിഷ്കളങ്കതയുടെ വെല്ലുവിളി. കമ്മ്യൂവിന്റെ ഗഹനവും അർദ്ധഗർഭവുമായ ജീവിത നിരീക്ഷണത്തെ മലയാളികളുമായി സംവേദിക്കുന്ന ദൃശ്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തു എന്നതാണ് സ്റ്റീവ് ലോപ്പസിൽ രാജീവ് രവിയുടെ. സാങ്കേതികമായി രാജീവിന് മുൻചിത്രമായ അന്നയും റസൂലിലും ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നതാണ് സ്റ്റീവ് ലോപ്പസ്. തിരക്കഥയിലെ വീഴ്ചകളും സംഭാഷണത്തിലെ അസ്വാഭാവികതയും അന്നയും റസൂലിന്റെ സംവേദനക്ഷമതയെ ബാധിച്ചുവെങ്കിൽ സ്റ്റീവ് ലോപ്പസിൽ തിരക്കഥയുടെ കൈയൊതുക്കവും സംഭാഷണത്തിന്റെ സ്വാഭാവികതയും ആസ്വാദനം അനായാസമാണ്. സ്റ്റീവ് ലോപ്പസിന്റെ ദൃശ്യഭാഷ സൃഷ്ടിക്കുന്നതിൽ രാജീവ് രവിയും ടീമും കാണിച്ച കൈയടക്കം മലയാളത്തിന് അഭിമാനിക്കാവുന്നതാണ്. പരിക്കേറ്റയാളെ സ്ട്രെച്ചറിൽ ആശുപത്രിയിലൂടെ കൊണ്ടുപോകുന്ന സ്റ്റീവ് മരണം തൊട്ടുപോകുമ്പോൾ പെട്ടെന്ന് ജീവിതത്തെ എന്നവണ്ണം സ്റ്റീവിന്റെ കയ്യിൽ അയാൾ മുറുകെ പിടിക്കുന്ന രംഗം മലയാള സിനിമ ദൃശ്യഭാഷയിലെ തന്നെ ഏറ്റവും മികച്ചതായി എണ്ണപ്പെടും. അതുപോലെ തന്നെ മികച്ചതാണ് ബോംബാക്രമണ രംഗവും. ചായക്കടയിൽ പെട്ടെന്ന് പൊട്ടിത്തെറിഞ്ഞുന്ന ബോംബും തുടർന്നുള്ള സംഘടനവും മലയാള സിനിമയിലെ ക്ലാസിക് രംഗങ്ങളിൽ ഒന്നായിട്ടാവും ഗണിക്കപ്പെടുക. ഈ രംഗങ്ങളിൽ ചിത്രസംയോജകനായ അജിത് കുമാർ ബി കാണിക്കുന്ന കൈയടക്കം പ്രത്യേകം പ്രശംസനീയമാണ്. ചിത്രത്തിലെ സംവിധായകനായ രാജീവും എഡിറ്റർ അജിത്തും ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡ് നേടിയവരാണെന്ന വസ്തുത ഈ രംഗങ്ങളിലെ ദൃശ്യാവിഷ്കാരത്തിന്റെ മികവിൽ തെളിഞ്ഞു കാണാം. പപ്പുവിന്റെ പക്വതയാർന്ന ഛായാഗ്രഹണവും ചിത്രത്തിന്റെ ദൃശ്യ മികവിന് മാറ്റുകൂട്ടുന്നു. ചിത്രത്തിലെ അഭിനേതാക്കളും സിനിമയിലെ ദൃശ്യ മികവിന്റെ ഭാഗമാണ്. സ്റ്റീവായി ഫർഹാൻ ഫാസിലും അഞ്ജലിയായി അഹാന കൃഷ്ണനും ജീവിതത്തിലേക്ക് കടന്നു കയറി വരുന്ന യുവജനതയുടെ പ്രതീകങ്ങളായി തങ്ങളുടെ ഭാഗം മികവുറ്റതായി. മറ്റ് കഥാപാത്രങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് സിനിമയിലേക്ക് പറ്റിയതുപോലെ രാജീവ് ആഗ്രഹിച്ച റിയലിസ്റ്റിക് സ്വാഭാവികത നൽകുന്നുണ്ട്. മലയാളം കണ്ട എണ്ണം പറഞ്ഞ രാഷ്ട്രീയ ചിത്രങ്ങളിൽ ഒന്നായിട്ടായിരിക്കും ചരിത്രം സ്റ്റീവ് ലോപ്പസിനെ വിലയിരുത്തുക. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതി ചൂണ്ടിക്കാണിക്കുന്ന നിരവധി രാഷ്ട്രീയ ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ പൗരന്മാരുടെയും ജീവന സ്വത്തിനും അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും കാവലാകേണ്ട രാഷ്ട്രം തന്നെയാണ് സിനിമയുടെ മൂല്യസ്രോതസ് എന്ന സത്യം തുറന്നു പറയാൻ മലയാള സിനിമയിലെ ചലച്ചിത്രകാരന്മാരൊന്നും ധൈര്യം കാണിച്ചിട്ടില്ല. രാജാവ് നഗ്നനാണെന്ന് തുറന്നു പറയാനുള്ള രാജീവ് രവിയുടെയും കൂട്ടുകാരുടെ ധൈര്യം അഭിനന്ദനാർഹമാണ്. സ്റ്റീവ് ലോപ്പസിലൂടെ രാജീവ് രവിയും കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഐഡിയലാണ്. കാപട്യത്തിൽ നിന്നും നിഷ്കളങ്കതയിലേക്കുള്ള ദൂരം ഒറ്റയ്ക്ക് നടന്നു കയറി തീർത്തയാളാണ് സ്റ്റീവ്. അതാണ് സ്റ്റീവിന്റെ റിബല്യൻ. സ്റ്റീവ് തെരഞ്ഞെടുത്ത വഴി നമ്മുടെ മുന്നിലുണ്ട്. ജീവിതത്തിന്റെ ദശാസന്ധികളിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഏത് വഴി തെരഞ്ഞെടുക്കും? സ്റ്റീവിന്റെ വഴി തിരഞ്ഞെടുത്താൽ നമുക്ക് പറയാം, ഞാനും ഒരു സ്റ്റീവ് ലോപ്പസാണ്.